ഹലോ, എന്താ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണോ? നമ്മള് പിന്നെ എന്താ പറയാ, കഥ പറയാൻ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ, 2 ദിവസം മിനിയാന്ന് കഥ ഇട്ടുണ്ട്. അപ്പോൾ ഈ 2 ദിവസം കൂടുമ്പോൾ ഇടാന്നേ. അപ്പോൾ നമ്മളെ കഥ എങ്ങനെ എല്ലാവരും കാണും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് കുക്കിംഗ് വീഡിയോ ഇടാം, നമ്മളെ വീട്ടിൽ വിശേഷം ഇടാം. അതൊക്കെ ഇടുമ്പോൾ അത് കാണാനും ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പം നമ്മളെ കഥ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും ചെയ്യാം. എനിക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കല്ലേ, സന്തോഷമായിട്ടിരിക്കല്ലേ? ക്രിസ്മസ് അല്ലേ വരുന്നത്. അയ്യോ, ക്രിസ്മസിന് എന്തൊക്കെയാ പരിപാടി? നമ്മളിവിടെ കേക്കൊന്നും ഉണ്ടാക്കില്ലാന്ന്. കേക്കിന് മധുരമൊക്കെ കട്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ മോൻ. അപ്പോൾ ഓനെ ഇടക്കിടക്ക് ഇതൊക്കെയാ പണി. ഇടക്ക് കട്ടാക്കും, ഇടക്ക് അതങ്ങോട്ട് പിന്നെ ഒഴിവാക്കും. കട്ടാക്കിയതൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് പിന്നെ മധുരം കഴിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് ഡെക്സ ബേബി അവിടെ ഉറങ്ങാണ്. ഡെക്സ ബേബി ഉറങ്ങിയിരുന്നു. ഡെക്സ ബേബിയാ വാ, ഒരു ഉമ്മ എന്നാ. അതിന്റെ ഉമ്മ വന്ന എനിക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ അവന്റെ അടുത്ത് നിന്ന് ഉമ്മ മേടിച്ചും കണ്ടി നമ്മൾ വീഡിയോ ചെയ്താ സത്യമായിട്ട് എല്ലാരും കാണുന്നേ. കുഞ്ഞവാ, അമ്മര് കുഞ്ഞവാ, ഉറക്കപ്പുരാന്ത വാടാ, വേഗം ഉമ്മ എന്നിട്ട് പോ ബാ. ബാറ്ററി ലോ, എന്താപ്പത്? അങ്ങനെ എന്താ പറയുക, ബാറ്ററി ലോ ആണ്. അപ്പം നമ്മൾ അധികം ഒന്നും പറയുന്നില്ല, നമ്മൾ കഥയിലേക്ക് പോകാം. പെട്ടെന്ന് നമുക്ക് കഥ പറഞ്ഞ് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ തന്നുകൊണ്ട് എല്ലാവർക്കും ലവ് യു ഉമ്മയും പറഞ്ഞുകൊണ്ട് നമ്മൾ കഥയിലേക്ക് പോകാട്ടോ. നമ്മൾ ശാലിമോള് വീട്ടിൽ വന്നതും ഇട്ട ഡ്രസ്സിനാലെ വന്ന് അമ്മ പറഞ്ഞു, ചായ കുടിക്കും മോളെ, ചായ അയച്ചു മോളെ അമ്മേനറിയാം. അതെന്തേ ചായ അയച്ച്? അപ്പോൾ പിന്നെ കാർത്തികയ്ക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞോ? അയ്യോ, ചായ കുടിക്കാൻ വിളിച്ചിട്ട് ചായ കുടിച്ചില്ല, ചോറുന്നാൻ വിളിച്ചിട്ട് ചോറുന്നാൻ നീച്ചില്ല. അച്ഛനും ഏട്ടന്മാരും വന്ന് ചോറൊക്കെ കഴിച്ച് ഇവളെന്താ കിടക്കണം വെച്ചപ്പോൾ ആർക്കും അറിയുള്ളൂ ചോറുന്നാൻ വിളിച്ചിട്ടൊന്നും നീക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നിട്ട് വിളിക്കും, മോളെ എണീക്ക് ശാലിനി, എന്താ കിടക്കണേ? അപ്പോൾ ഓളറിയാം, അച്ഛൻ കഴിച്ചോ? ഞാൻ കഴിച്ചോണ്ട്, അച്ഛൻ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോണ്ട് കയറി. അങ്ങനെ അച്ഛൻ പിന്നെ ശല്യപ്പെടുത്താനൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ചോറ് കഴിച്ച് അങ്ങോട്ട് പോയി. പിന്നെ ബാബു വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റിയത്? ഒന്നുമില്ല, മുതിര മേടിച്ചോ? മേടിച്ച് നോക്കട്ടെ പറഞ്ഞു. അപ്പോൾ ഓളിങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുള്ളൂ. പിന്നെ അപ്പോൾ അവന് കാർത്തികനെ പറ്റി ഒന്നും ചോദിക്കാൻ വയ്യ. പിന്നെ അപ്പം ചോദിക്കും, എടി കാർത്തിക വന്നില്ല? കാർത്തിക വരാണ്ടത് കിട്ടുമേട്ടാ. ശരി. അപ്പോൾ ഓനെ മനസ്സിലായിട്ടോ, നല്ല മൈൻഡെല്ലാം ശാലിനി കുട്ടിക്ക് എന്ന് പറഞ്ഞ് മനസ്സിലായിട്ട് ഇനി അവളെ സ്വഭാവമൊക്കെ നന്നായി അവളെല്ലാ വിവരം പറഞ്ഞു തരും എന്നുള്ളതിൽ അവനും പോവും, വർക്കിന് പോകും. അങ്ങനെ ഒരു ചോറേ തിന്ന, അമ്മ ശല്യപ്പെടുത്തിയിട്ട് ചോറൊന്നും നീച്ചതേ ഇല്ല. പിന്നെ അങ്ങനെ അമ്മ തൊട്ടൊക്കെ നോക്കുക, പനിക്കുണ്ടോന്നൊക്കെ നോക്കുക, ഒന്നുമില്ല. അങ്ങനെ അമ്മ അച്ഛൻ തിന്ന ബാക്കിയിലൊക്കെ രസം ചോറൊക്കെ അങ്ങനെയൊക്കെ കഴിച്ച് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അമ്മയ്ക്ക് അറിയാം ശാലിനിക്ക് എന്തേ മൂഡൗട്ടായി കഴിഞ്ഞാൽ ശാലിനി തന്നെ ക്ലിയർ ആയാലേ ശാലിനി നീച്ച് വരുള്ളൂ. നമ്മൾ ആരും ശല്യപ്പെടുത്തിയാലൊന്നും ശാലിനി വരില്ല എന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കും. അപ്പം നമ്മൾ മൂട്ട വന്ന ഈ ഒന്നും പറയേണ്ട ഒരു ബോളൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ അകത്തുനിന്നൊക്കെ തട്ടി കളിക്കും. അപ്പം അമ്മയ്ക്ക് ഇതെന്തേ ഇപ്പം പിന്നെ കല്യാണത്തിനായിട്ട് ബോളും കിട്ടിയോ? അപ്പോൾ പറയാം, അത് ഞങ്ങളെല്ലാവരും കൂടി ടീം ഇട്ടിട്ട് പൈസ കൂട്ടിയിട്ട് വാങ്ങിയതാണ്. കള്ളച്ചക്കര ശാലിനെ പോലെ തന്നെ. അങ്ങനെ അങ്ങോട്ടിട്ട് ചുമരുമ്പോൾ തട്ടി അമ്മ ഇതാ അവിടെ ഇവിടെ ഒന്ന് തട്ടി മുട്ടി കണ്ട് എന്തെങ്കിലും ഒന്ന് തട്ടി പൊട്ടിക്കരുത് കേട്ടോ, അങ്ങോട്ടാ പുറത്ത് പോയി കളിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ ശാലിനി നീക്കും. നീച്ചിട്ട് വരില്ല, ഓൾ അവിടെ തന്നെ കിടക്കൂട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ക്യൂടാക്സിട്ട് പറയാൻ പോയി, ഇനി പറയണ്ട. അങ്ങനെ പിന്നെ ഇവൻ ചോദിക്കാം, അമ്മേ ചേച്ചി എന്തെങ്ങനെ കിടക്കണം, മാറ്റമൊന്നും ചെയ്യാണ്ട്? ആർക്കറിയടാ, വന്നപ്പോൾ തൊട്ട് കിടക്കണതാ, ചായയും വേണ്ട ചോറും വേണ്ട. ചോറൊന്നും കഴിച്ചില്ലേ? ചോറൊന്നും കഴിച്ചില്ല. അങ്ങനെ ചെക്കൻ മെല്ലെ പോയി, ചേച്ചി എനിക്ക് എന്താ മുട്ട? പിന്നെ അപ്പോൾ ചെവിട്ട് പോയി പറയും, ഞങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചറിയണ്ട? അപ്പോൾ ഇറക്കൊന്നും അറിയണ്ട. എന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ അപ്പോൾ മുതിരിട്ട വിരലിട്ടിട്ട് നോക്കും, അടിപൊളി മധുരൊക്കെയാണല്ലോ. അപ്പോൾ അവള് ഇങ്ങനെയാക്കി തലൻ്റെ ഉള്ളിലേക്ക് കൈ വെച്ച് കിടന്നോളൂ. അപ്പോൾ എന്ത് പറ്റി നിൽക്കും? ഒന്നുമില്ലടാ. അപ്പോൾ എന്ത് ചെയ്യും, അവൻ്റെ കൈയൊക്കെ മണപ്പിച്ചെടുക്കും. ഞങ്ങൾ കഴിച്ചെന്താ അറിയണ്ട. നല്ല ബീഫിൻ്റെയും എന്തൊക്കെയോ ഇറച്ചിയൊക്കെ മട്ടൻ്റെ കൈ ഉണ്ടാവും. അപ്പോൾ ഒക്കെ അറിയാം ഓരെന്തൊക്കെയോ നല്ല വൃത്തിക്ക് കഴിച്ചിട്ടൊക്കെ വന്നതെന്ന്. പിന്നെ അങ്ങനെ ഇവക്ക് സങ്കടം തന്നെ. അങ്ങനെ വൈകുന്നേരമായി, ചെക്കൻ മേലും കേൾക്കി നാമും ജപിച്ച് എന്നിട്ട് വെച്ച് നിൽക്കില്ലേ. അങ്ങനെ അമ്മ എന്താ വെളുക്ക് എത്തിച്ചിട്ട് പോലെ നീക്കാത്തേക്കില്ല. ആർക്കറിയാം, ലക്ഷണക്കേട് ഉണ്ടാക്കി തന്നെ കിടന്നോട്ടെ. പിന്നെ അമ്പലത്തിൽ പോയിട്ട് ഇപ്പം എന്തൊക്കെ ഉണ്ടായി എന്നായിരിക്കറിയാം.
എന്തെങ്കിലും അവളെ മനസ്സിന് വിഷമം ഉണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ കിടക്കണത് എന്നൊക്കെ പറയാം. അമ്മയ്ക്ക് അറിയാം എന്തോന്ന് ഇത്തിരി കിട്ടിയില്ല, ഇത്തിരി മതി വെക്കുന്നറിയാം. അങ്ങനെ മോൻ്റെ പിന്നെ മെല്ലെ പോയി വെക്കും. അപ്പം ഉണ്ടാവും അവൾ ചെരിഞ്ഞെടുക്കുക പോകുന്ന നോക്കുമ്പോൾ അവൾ അങ്ങനെ പാർത്ത് നോക്കുമ്പോൾ ഉണ്ടാവും കണ്ണീര് ഇങ്ങനെ വന്ന് ഇതിലേ വലിക്കുകയാണ് ചെരിഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ തൊട്ടൊക്കെ ഏച്ചി ഏച്ചി എന്താ കരയണേ അമ്മ കേൾക്കും. അമ്മ അപ്പുറം പാത്രം തേക്കാണ്. പിന്നെ എന്തേ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല, സഭയുടെ മോതിരിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, വിഷമമുണ്ട് വീട്ടുകാരെ അറിയാണ്ടിട്ടിട്ട്. ആ നല്ല മോട്ട. പിന്നെന്താ ആ സ്വാമിജി പറഞ്ഞ് കേട്ടില്ലട മോട്ട, ഞാനിനി എന്താ ചെയ്യുക, എന്താ സ്വാമിജി പറഞ്ഞ അതൊന്നും പ്രശ്നമില്ല. സ്വാമിജി നമ്മൾ ഒരുമിച്ച് നിന്നില്ലേ, ഞങ്ങൾ ജീവിതകാലം മുഴുവനും നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ വെറുതെ പറഞ്ഞേച്ചി, വെറുതെ പറയില്ല മോട്ട. ആ സ്വാമിജിക്ക് എന്തോ ദൈവിക ശക്തി, ദൈവ ചൈതന്യം ഞാൻ ആ സ്വാമിയിൽ കണ്ട. ആ നന്നായിപ്പോയി, ദൈവ ചൈതന്യം കാണണ്ടെങ്കിൽ എന്നാൽ ദൈവമായിക്കത് ഈ മിണ്ടാണ്ടിരുന്ന ചേച്ചി എണീക്കാൻ നോക്കി, ലക്ഷണക്കേട് ചെയ്യല്ലേ ചേച്ചി എന്നൊക്കെ പറയാം. അപ്പോൾ പെണ്ണ് നല്ല പിരിങ്ങി കരയണം. അപ്പം അങ്ങോട്ട് പോന്നിട്ട് പറയാം, അമ്മേ ഞാൻ ഇപ്പം വരാൻ പറഞ്ഞിട്ട് പോളെ ഇങ്ങോട്ടാ ഈ പിന്നെ ത്രിസന്ധ്യ സമയത്താണ് ഇപ്പോൾ ബോളൊക്കെ ആയിട്ട് പോണേ. ഒരാളിതാ കട്ടുമ്പോൾ നീച്ചില്ല, ഇനി ഇതും കൊണ്ട് പോകും. അമ്മ ഞാൻ പിള്ളേർക്കൊക്കെ ഒന്ന് കാണിക്കട്ടെ, ഓരോ പൈസയും കൂടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെക്കൻ ബോളായിട്ട് നേരെ സാബുവിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ സാബുവിൻ്റെ അമ്മ സാബുവിന് പഴം പൊരിച്ച ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ഓക്കില്ല അതിലിരുന്നിട്ട് ഇങ്ങനെ അത് കഴിക്കാൻ വെജുവലുണ്ടാവും പ്ലീറ്റൊക്കെ. ആ മോറ്റ കറടാ അറിയാം. അപ്പം ഒരു പഴം പൊരിച്ചിട്ട് വേണ്ട സാബുട്ട് അങ്ങനെ ചൊലിക്കിപ്പൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ചായ കഴിച്ച്. അപ്പോൾ സാബുവിൻ്റെ അമ്മ നിർബന്ധിച്ച് ഒരു പഴം പൊരിച്ചെടുത്ത് അവൻ്റെ കൈമ കൊടുക്കും. അപ്പോൾ ആ അടുത്തിങ്ങനെ ഇങ്ങനെ കടിച്ചു തിന്നു. അങ്ങനെ അവൻ്റെ അമ്മ പോയാൽ പറയും, സാബുട്ട് നിങ്ങളൊക്കെ പുറത്തേക്ക് വരും, എന്താ ചേട്ടാ ഒരു കാര്യം പറയണ്ടേ. ആറി അങ്ങനെ രേഖ ചായ കുടിച്ച് കഴിഞ്ഞാൽ അമ്മ മതി എടുത്ത് വെച്ചേക്ക് ഒക്കെ കഴിച്ചാൽ വേണ്ട. സാബുമ്മ ചായ കുടിക്കുമ്പോൾ അവൻ്റെ കൈമേൽ മോതിരം തിളങ്ങുന്നുണ്ട് കേട്ടോ, ഷാലിനിന്ന് പേരുകൊണ്ടിരുന്നിട്ട്. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മോട്ടനെ കുട്ടിയെ തോൾ കൂടെ കയറ്റി വരുമ്പോൾ അവൻ ചോദിക്കും, സാബട്ടാ നിങ്ങൾക്ക് ആ പേരൊന്നും ഇങ്ങോട്ട് തിരിച്ചിട്ടൂടെ, എന്താടാ നിങ്ങൾ അമ്മയിട്ട് അങ്ങനെ, അമ്മയ്ക്കൊന്നും ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, എന്നാലും അതൊന്നും ഇങ്ങനെ തിരിച്ചിട്ടൂടെ നിങ്ങൾക്ക്. ആ അത് ഈ പറഞ്ഞത് ശരിയല്ലേ, പിന്നെ ബാലേട്ടൻ വന്നാൽ കാണില്ല, അതൊരു ശരിയാണെന്ന് പറഞ്ഞു ഇങ്ങനെ തിരിച്ചിട്ടു കേട്ടോ. അങ്ങനെ നമ്മളെ പേര് ഇങ്ങനെ ആക്കിയിട്ട് കണ്ടോ, നമ്മളെ വീഡിയോ ഹാങ്ങാൻ വേണ്ടിയതാ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ പേരാ. അങ്ങനെ പിന്നെ ഇവരങ്ങോട്ടേക്ക് ഒരു ഇറക്കം ഉണ്ടാവും, ഇറങ്ങിയാൽ കുറച്ച് കളിക്കണ മാതിരിയൊക്കെ ഉണ്ടാവും. അങ്ങനെ അതും കൊണ്ട് കളിക്കാന്നുള്ള വ്യാഖ്യാനം അങ്ങോട്ട് പോട്ടാ. അപ്പം നമ്മളെ വീഡിയോ ഇങ്ങനെ സ്റ്റക്കായി വരുന്നുണ്ട്, എന്തോ കഷ്ടം. അങ്ങനെ ഇവർ രണ്ടാളും കൂടി അങ്ങോട്ട് ഇറങ്ങി പോവുക. ബാറ്ററിയും തീർന്ന്, എന്താ അത് കഥ എന്നറിയില്ല, ചാർജ് തീർന്ന്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ടീം വരുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനാവില്ല, എന്നാലും ഞാൻ കുറച്ച് വേഗം പറഞ്ഞിട്ട് കുറച്ച് പറയാം, ബാക്കി നാളെ പറയണ്ടേ. അപ്പോൾ ഇവൻ ചോദിക്കുക, എന്താടാ മോട്ടാ ഇപ്പോൾ ഈ സമയത്ത് വന്ന് പറയും, ചേച്ചി വന്നിട്ട് ഒന്നും കഴിച്ചില്ല സാബേട്ട, അപ്പം കിടക്കണ കിടപ്പാണല്ലോ. പിന്നെ അമ്മ പറയണേ ചായയും കഴിച്ചില്ല, ചോറും കഴിച്ചില്ല, വെളുക്കത്തിക്കാൻ കഴിച്ചില്ല, ഡ്രസ്സും മാറിയില്ല, അങ്ങനെ തന്നെ കിടക്കാണ്ട് ചേച്ചി. എന്താ പറ്റി, ഇപ്പം ഞാൻ വന്നത് എന്താ, ചിലപ്പോൾ ഉണ്ട് കരയണേ. എന്താ കരയണേ പറയാം, സാബേട്ടനോ ചേച്ചിയും പിന്നെ ഇന്ന് ഒരുമിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകുന്ന ആ സ്വാമിജി പറഞ്ഞേക്കണെന്ന് പറഞ്ഞിട്ടാ കരയണെന്ന്. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാടാ, എൻ്റെ ചേച്ചിക്ക് പ്രാന്താണ്. എൻ്റെ ചേച്ചി നല്ലപോലെ ഒരു കാര്യം നടന്നിട്ട് ആ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് ഇപ്പോൾ പിടിച്ചടിച്ച് കൊണ്ടുപോകേണ്ടിനി, എന്നാലും പോട്ടെ, അത് അവിടെ നിന്ന് തൊഴുതിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. ആ ആൾത്തറയിലേക്ക് ആ സ്വാമിജിൻ്റെ അടുത്തേക്ക് അനുഗ്രഹത്തിന് പോയതാ, ഒക്കെ നല്ല അനുഗ്രഹമല്ലേ കൊടുത്താൽ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. സാബിട്ട് അങ്ങക്ക് എന്തേലും വരാൻ വെച്ചത് അത് വഴി മാറിപ്പോകാൻ വേണ്ടിയിട്ട് ചേച്ചീനെ അങ്ങോട്ട് ദൈവം മാറ്റി കൊണ്ടുപോയതായിരിക്കും. ചേച്ചി ഒരു ദൈവവിശ്വാസിയാണ്, എന്നും സന്ധ്യാദീപം കത്തിച്ച നാമൊക്കെ ജപിക്കുന്ന ആളാണ് ചേച്ചി കുളിച്ചിട്ടൊക്കെ ചായയൊക്കെ കുടിക്കുക, നമ്മളെ മരുന്നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെയാണെന്നറിയാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടേ, എൻ്റെ ചേച്ചിനെ ഞാൻ ഇന്ന് എൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കൂടെ പാർപ്പിക്കണം. അപ്പോൾ പറയാം, സാബേട്ട എവിടെയാ കിടക്കുക, ഞാൻ കുലായിലെ റൂമിൽ. എന്താടാ, അല്ല ഏത് നേരം പ്രതീക്ഷിച്ചിരുന്നു, എന്തേ രാത്രി എന്തായാലും ചേച്ചി ഇറങ്ങി വരും. ചേച്ചിക്ക് സാബേട്ടനെ നഷ്ടപ്പെടുക പറഞ്ഞാലൊക്കെ ഈ ഭൂമിയിലൊക്കെ എന്ത് നഷ്ടപ്പെടുത്തിയാലും സാബേട്ടനോട് നഷ്ടപ്പെടുത്തൂല, അത്രയൊക്കെ സാബേട്ടനെ ഇഷ്ടമാണ്. അതുകൊണ്ടല്ല ഞാനും പിന്നെ ഓക്കെ ഒന്ന് എതിർത്ത് ഞാൻ എൻ്റെ വീട്ടുകാരോടൊന്ന് പറയട്ടെ. അപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലടാ, സാബേട്ടനെ എനിക്കിഷ്ടം, അതുകൊണ്ട് വേണമെന്ന് പറയും. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമ്പോട്ടാ, എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു പോവഴി കാണണം. പിന്നെ കോഴി കൂകുന്ന വരെ നിങ്ങൾ രണ്ടാൾ ഒരുമിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞേക്കണമല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരുമിച്ചിരുന്നോളി. പറയും, എടാ എൻ്റെ ചേച്ചീനെ എങ്ങനെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റാനാ, അത് പറ്റുമോ പറയുമ്പോൾ പ്രത്യേകിച്ച് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ കിടന്നുറങ്ങണ ഈ ചേച്ചി എങ്ങനെ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വന്നും കണ്ട് ഇരിക്കണം, ഒരു കയറ്റവും അങ്ങോട്ടേക്ക്. അപ്പോൾ മോൻ്റെ പറയും, ഒരു കാര്യമുണ്ട് സാബേട്ട,
എന്താ സാബട്ടെ നമ്മളെ വീട്ടിലേക്ക് വന്നോ? ഞാൻ വായിൽ ഓർമ്മയുണ്ട്. എടാ എന്നെ കൊലക്കി കൊടുക്കണമെന്നും പറയല്ലേ. സാബേട്ടന് പേടിയാ. സാബേട്ടൻ ഭയങ്കര ധൈര്യശാലിയല്ലേ. സാബേട്ടൻ ധൈര്യശാലിയാണ്. പിന്നെ ഇങ്ങനെ ഈ തെണ്ടിത്തരൊന്നും ചെയ്യാൻ സാബേട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പറയാം, ഇത് തെണ്ടിത്തരല്ല. സാബേട്ടൻ്റെ പെണ്ണിനെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കർത്തവ്യം. അത് നമ്മൾ അച്ഛക്ക് പറഞ്ഞല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? സാബേട്ടൻ അങ്ങോട്ട് വന്നേ. എൻ്റെ പൊന്നാര മോനെ, ഒരു തണ്ടും തടിയുള്ള ഒരു അച്ഛനുണ്ട്, 2 ആങ്ങളമാരുണ്ട്. അന്നെ ഞാൻ അതിൽ കൂട്ടല്ലേ. ഈ പിന്നെ എൻ്റെ ഭാഗം നിൽക്കുന്ന ആളാണ്. ഓരെന്താ വിചാരിക്കുക, ഞാൻ അവളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ തെറ്റായിട്ടൊക്കെ ധരിക്കടാ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലടാ. ഇതിപ്പോൾ തെറ്റായിട്ടുള്ളതല്ലേ സാബേട്ടൻ ചെയ്തത്? എന്ത് സാബേട്ടൻ്റെ വീട്ടുകാരെ അറിയാണ്ടേ, സാബേട്ടൻ്റെ വീട്ടുകാരെ അറിയാണ്ടേ മുതിര മാറിയില്ലേ? അതൊക്കെ തെറ്റല്ലേ? എന്നിട്ട് അതൊക്കെ നിങ്ങൾ ചെയ്തില്ലേ? അത് ചെയ്തടാ. അത് പോട്ടെ, നമ്മൾ കല്യാണം കഴിക്കല്ലോ. പിന്നെ ഇന്ത്യ ഓളെ ഒരു സമാധാനത്തിന് ഞങ്ങളെ മനസ്സുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്. ശരി, ഇനിയിപ്പോൾ എന്താ ഈ പറയണത്? ഞാനിഞ്ഞൊന്നും പറയില്ല, ഞാൻ പോവാം. നിങ്ങൾക്ക് പേടിയല്ലേ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ? നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് നിന്നോളി. രാത്രി ഏത് നിമിഷം നിങ്ങളെ റൂമിൽ എത്തും. ഒരു പെൺകുട്ടി ഒരു ചെക്കൻ്റെ വീട്ടിലേക്ക് വരുന്നതാണോ നല്ലത്, അതോ ചെക്കൻ നമ്മളോടത്തേക്ക് വരുന്നതാണോ നല്ലത്? അതാണ്ടാടാ ഈ പറയണേ. അല്ല, ഒരു പെൺകുട്ടി ഒരു ചെക്കനെ തെരഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ അത്രയും വലിയ മാനക്കേടാ. ഒരാൾ വന്നെന്ന് പറഞ്ഞാൽ അവിടെ മതിൽ ചാടി വന്ന് ഓൻ്റെ തെറ്റ് ഓൻ്റെ മേലടിച്ചിട്ട് കൊടുക്കുക. പെൺകുട്ടികളെ മേലടിച്ചിട്ട് കൊടുക്കണ്ടല്ലോ. എടാ ഇയാള് മോശമില്ല. എനിക്ക് നല്ല ബുദ്ധിയും കുബുദ്ധിയൊക്കെ ഉണ്ടല്ലേ. എൻ്റെ ചേച്ചീനെ രക്ഷപ്പെടുത്തും വേണം. പിന്നെ ഞാനൊരു കുറ്റവാളിയാവും ചെയ്യും. നിങ്ങളെന്താ വെച്ചാൽ വിചാരിച്ചോളൂ, ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ അമ്മ എന്നെ വിളിക്കാൻ തുടങ്ങും. എടാ ഈ പറഞ്ഞത് ശരി. എന്താ ഷാലിനി ചിലപ്പം വന്ന് നിന്നിരിക്കുമോ? കാരണം ഞാൻ ഗുലായിലെ റൂമിലൊക്കെ കിടക്കാണ്. ആ പെണ്ണിനെ വല്ല കുറുക്കനോ നായോ കടിക്കും. അപ്പോൾ എന്താ വയ്യ മറ്റാ, നിങ്ങളൊരു കാര്യം ചെയ്തോളി, നമ്മളെ വീട്ടിലേക്ക് വന്നോളി. നമ്മളിപ്പോൾ പുതിയ റൂം എടുക്കണ്ടല്ലോ, അവിടെ കച്ചറ സാധനങ്ങളൊക്കെ കൊണ്ടിരിക്കുക. അവിടെ എങ്ങനെയെങ്കിലും നിങ്ങളെ ഞാൻ കെട്ടിത്തരാം. രാത്രി ആയാൽ 2 മൂലക്കിൽ അവിടെ ഇരുന്നോളിൻ്റെ ആകാശം കണ്ടിരിക്കുക. പിന്നെ സൂര്യൻ ഉദിക്കണ കാക്ക കരയണൊക്കെ കണ്ടാൽ മെല്ലെ നീച്ച് പോവാം. കാക്ക കരയണ കോഴി കൂകണ ഒച്ച കേട്ടെങ്കിൽ അങ്ങോട്ട് നീച്ച് പോവാമല്ലോ. അപ്പോൾ നിങ്ങൾ പിരിയില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരുമിച്ച് ഇരുന്നാൽ മതി എന്നല്ലേ പറഞ്ഞു. ആടാ ഒരുമിച്ചിരിക്കുന്നുള്ളൂ അയ്യ. അപ്പോൾ പറയാം ഇനിയിപ്പോൾ എങ്ങനെ കയറുക? പറയാം അച്ഛനും എല്ലാവരും ഏട്ടന്മാരൊക്കെ കുലായിന് ചോറുന്നു. എന്നിട്ട് അപ്പോൾ അമ്മ കുലായിലുണ്ടാവും, അവർക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കാം. അപ്പോൾ ഞാൻ മെല്ലെ അടുക്കള വാതിൽ തുറന്നിട്ടുണ്ട്. നിങ്ങൾ അടുക്കള വാതിൽ കൂടെ മെല്ലെ റൂമിൽ കയറിണ്ടോ? എടാ മോട്ടായി എന്താ പറയുക, ഞാൻ എങ്ങനെയാ അറിയെങ്കിൽ ചോറ് നിന്ന് ഞാൻ മുറ്റത്തുനിന്ന് ഒരൊറ്റ വിസൽ. എടാ രാത്രിയോ എനിക്ക് തോന്നി മാതിരി നക്ഷത്രങ്ങളൊക്കെ നോക്കി ഞാൻ വിസലൊക്കെ അടിക്കലുണ്ട്. അതിനെക്കൊണ്ട് അങ്ങനെയാന്ന് വിചാരിച്ചോളൂ. എന്തെങ്കിലും ചെയ്യും എൻ്റെ മോട്ട. എന്നാൽ റെഡി ചെയ്യുന്നോളി, നിങ്ങൾ ചോറൊക്കെ തിന്ന് റെഡി ആയിരുന്നോളി, അവിടുന്ന് ചോറൊന്നും കിട്ടും പറയും. അങ്ങനെ സാബുരടാ ഞാൻ വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടെക്കി ഇതൊക്കെ കേട്ടിരിക്കപ്പോഴേ നെഞ്ഞത്തുനിന്നൊക്കെ മിടിക്കേണ്ടതെന്ന് പറയും. പറയാം ഒന്നെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടും, അപ്പം തന്നെ നിങ്ങളെ കല്യാണം നടക്കും. ഇല്ലെങ്കിൽ പിടിക്കൂല, എൻ്റെ ചേച്ചിക്ക് സമാധാനം കിട്ടും, നിങ്ങൾ പിരിയൂല. രണ്ടായാലും നിങ്ങൾക്ക് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ചെക്കൻ അങ്ങോട്ട് പോരും. അങ്ങനെ ശാലിനോട് കഥയൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ ഇപ്പം പറയും ചേച്ചി ഇങ്ങനെ നിൽക്കുക. അപ്പം അമ്മയും പറയും പിന്നെ അങ്ങനെ അച്ഛൻ വന്നാൽ കുറേ അങ്ങോട്ട് ചിത്തറി. എന്താ മോളെ നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാം. അമ്മ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മൂക്ക് വയ്യേക്ക് വെച്ച് അങ്ങനെ ഉള്ള അതൊക്കെ കുടിച്ച്. അപ്പം ബാബേട്ടൻ എനിക്ക് എന്താടിയാണ് ഒന്നുമില്ല കേട്ടോ, ഒരു ഭയങ്കര തലവേദന പോലെ. അപ്പോൾ കിടന്ന് എനിക്കപ്പോഴും സങ്കടം വരുമ്പോൾ ഒക്കെ തലവേദനയാണല്ലോ വരിക. തലവേദന ഇനിയാണോ എന്ന് ആർക്കറിയാന്നൊക്കെ. പിന്നെ വീണ്ടും അങ്ങനെ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഇവരെ മേലേകലും ഇതൊക്കെ കഴിഞ്ഞ് ഒരു 8-8:30 ആകുമ്പത്തിന് ഇവർ ചോറ് നിന്ന് തുടങ്ങി. ഒരു ചോറ് നിന്ന് കഴിയുമ്പത്തിന് കുറേ സമയം എടുക്കും. എല്ലാ വിശേഷങ്ങളും അച്ഛനും അമ്മയും മക്കളൊക്കെ പറയും. അതിൽ ശാലിനി നടുവിൽ പോയിരിക്കണതാണ്. അങ്ങനെ ശാലിനീനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഇട്ടാറിനെ അങ്ങനെ ചോറ് തിന്നാൽ മുന്നേ കൂട്ടിക്കൊണ്ടുവരും. അപ്പം പറയാം എടാ ഈ ഇരിക്കല്ലേ? അപ്പം ചെക്കൻ പറയും എനിക്കിപ്പം വേണ്ട, പിന്നെ ഞാൻ നേരത്തെ രാവിലത്തെ എടുത്തു. ഞാൻ രാവിലത്തെ പിന്നെ ദോശ ഉണ്ട്, ഇനി അതും കറിയൊക്കെ കൂട്ടി മീൻ കറിയൊക്കെ കൂട്ടി തിന്നി ചേട്ടാ അതായിരിക്കും എന്നറിയാൻ. അങ്ങനെ ചെക്ക മുറ്റത്തുനിന്ന് കുറേ പോലെ ഇവർ ചോറുന്നായിരുന്നു, അമ്മയും അവിടെ ചോറുന്നായിരുന്നു എന്ന് കണ്ട പറഞ്ഞ ചെക്ക ഒരൊറ്റ വീസല്. അപ്പോൾ പിന്നെ വീണിട്ട് പറയും എന്തിത്താണ്ട് നമുക്ക് രണ്ടാമത്തെ തുടങ്ങി പ്രാന്ത്. നല്ല വാൽനക്ഷത്രമുണ്ട്, വാൽനക്ഷത്രത്തിനെ വിളിച്ചെന്നു അറിയിച്ചൊക്കെ. അപ്പം സാപ്പുമാമ എല്ലാം വരും. വന്നിട്ട് അടുക്കളപ്പുറത്ത് കൂടെ വരും. അങ്ങനെ ചെക്കൻ പറയും ചെക്കൻ വേഗം ബോളും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്ന് മെല്ലെ അടുക്കള വാതിൽ തുറന്ന് സോപ്പ് അതിൻ്റെ ഉള്ളിൽ കയറി മെല്ലെ ആ റൂമിലേക്ക് ആക്കിയിട്ട് പറയും ഡ്രമ്മുണ്ടാവും വെള്ളം നിറയ്ക്കാൻ കൊണ്ടുവച്ച പിന്നെ ആ റൂം പണിക്ക് ആ ഡ്രം കൊണ്ട് മറിച്ച് അവിടെ ഇരുന്നോളി.
ശ്വാസം വിടരുത്. അപ്പം പറയും പേടിയാ പറയാം എന്താ തിന്നാണ്ടോ ഒന്നും. അപ്പം പറയും ഞാൻ ചോറൊന്നുമില്ലടാ, അത്ര പെട്ടെന്ന് എൻ്റെ വിഷയല്ലടി വരുന്നു വിചാരിച്ചു. അപ്പം പറയും മെന്താടാ അവിടെ ഒന്നുമില്ലാറ്. അങ്ങനെ ചെക്കൻ മെല്ലെ പോയി കൊലയിൽ അമ്മ പഴമൊന്നുമില്ല അമ്മേ, എനിക്കിപ്പോൾ പഴത്തിന് പൂതി പിന്നെ മരിക്ക് ചോറുന്നാ നോക്കടാ വേണോ. ബാബു ഒന്നും പറയില്ല. അപ്പോൾ എനിക്ക് ചോറൊന്നും വേണ്ട, അനിയൻ്റെ ഏട്ടൻ്റെ കല്യാണം ഇഷ്ടം പോലെ ചോറൊക്കെ തിന്നിട്ട് നമുക്കൊന്നും വേണ്ട, നമ്മൾ ഇതൊക്കെ തിന്നിക്കണം, ഇപ്പോൾ പഴം തിന്നാണ് തിന്നത്. അപ്പം അമ്മ അറിയാം അവിടെ ഉണ്ട് അടുക്കള വട്ടച്ചെമ്പലുണ്ട് എടുത്താറ്. അങ്ങനെ പോയി നോക്കുമ്പോൾ ആ കവറിൻ്റെ അകത്ത് 4 പഴം വേണ്ടി 3 പഴം എടുത്തുകൊണ്ട് മെല്ലെ സാബുന് ആ കവറോട് കൂടി അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കും. ഒരു പഴം അവിടെ ഇടും. അപ്പോൾ സാബു അവിടെ കുത്തിരുന്ന പഴം തിന്നിട്ട് അങ്ങനെ ഇവർ പാത്രം മുറലും തേക്കലൊക്കെ ആയിട്ട് ഇവരൊന്ന് കിടന്നാ മതിയെന്ന് മോട്ടന് ഇരിക്കുക. മോൻ്റെ പറഞ്ഞിരിക്കണം എന്ത് വന്നാലും എൻ്റെ പേര് പറയുന്നത് അവനോട് പറഞ്ഞെടുത്തുണ്ട്. അവരടാ അന്ന് ഞാൻ കുരക്കി കൊടുക്കൂലടാ, ഏതായാലും കൊല എനിക്ക് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ വന്നതെന്നൊക്കെ ചെക്കൻ പറയും. എന്നിട്ട് ചെക്കൻ മെല്ലെ പോയി കണ്ട് ചെരുപ്പോട് കൂടിയൊക്കെ അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടാവാത്ത. അങ്ങനെ ഡ്രമ്മൊക്കെ വെച്ച് ആ ഡ്രമ്മിൻ്റെ ഇരക്കിൽ ഇരുന്നാൽ കാണൂല കേട്ടോ. മുലക്കിൽ വലിയ ഡ്രമ്മാണ്, അതിൽ വെള്ളം നിറച്ചിടാം പനിക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഓനാ മൂലക്കിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ആകാശം കൂടെ അപ്പോൾ ചെക്കൻ പറയും ആകാശമൊക്കെ കണ്ടോണ്ടി അറിയാം. അങ്ങനെ ചെക്കൻ ചെയ്യും. പിന്നെ കുറേ കുലായിപ്പോയി വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഏട്ടന്മാർ പോയി. ഏട്ടന്മാർ ആ റൂമിൻ്റെ അടുത്ത് കൂടിയാൽ പോകും. അപ്പം ഇങ്ങനെയാണല്ലോ, അപ്പോൾ ഈ മൂലയിലെ ഡ്രമ്മൊക്കെ വെച്ച് ആ മൂലയിലിരിക്കണം. അപ്പം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അങ്ങോട്ട് നോക്കിയാലേ ആ ഡ്രമ്മ് ഇങ്ങനെ പുറത്ത് നോക്കിയാലേ കാണുള്ളൂ ആ മൂലയിലിരിക്കണം. സാബു കുറച്ച് വലിയ മനുഷ്യനെ അതിനെക്കൊണ്ട് വേഗം കാണും. പക്ഷെ ആ റൂമിൽ ഇരുട്ടുമല്ലേ, ഇവർ വിളക്കൊക്കെ കത്തിച്ചിട്ട് നടക്കാമല്ലേ. അങ്ങനെ പിന്നെ ഏട്ടന്മാരൊക്കെ പോയി ബാത്റൂമിലൊക്കെ പോയി. അങ്ങനെ ഏട്ടന്മാർ 2 കിടന്ന് ഷാലിന് മുടിയൊക്കെ മേലോട്ട് വാരി കെട്ടി മാറ്റിയതൊന്നുമില്ല. ഓള് പായൊക്കെ വിരിച്ച് ഓളും കിടന്ന്. അങ്ങനെ മോറ്റം കുറച്ച് നേരം ബുക്കൊക്കെ എടുത്ത് നോക്കി. അങ്ങനെ അമ്മയ്ക്ക് സഹായിച്ചൊക്കെ കൊടുത്ത് അമ്മ വേഗം അങ്ങോട്ട് പോന്നോട്ടെ വിചാരിച്ച്. അങ്ങനെ അമ്മ അങ്ങോട്ട് വന്ന് കുഴൽ തുടയ്ക്കണം വിളക്കുണ്ട്. ആ മതി അമ്മ ഇന്ന് ആ വിളിച്ച മതി അമ്മ മതി പണിയെടുത്തെന്നൊക്കെ പറയുമ്പോട്ട് അങ്ങനെ അച്ഛനും കിടന്നുണ്ട് കേട്ടോ. അച്ഛനും കിടന്ന് ഷാലിനിയും കിടന്ന്. അങ്ങനെ അമ്മ വന്നിടാ ഈ കിടക്കയിലേക്ക് ഞാൻ കിടന്നോളാം അറിയിച്ചൊക്കെ. അങ്ങനെ പിന്നെ ഈ കിടക്കുമ്പോൾ വായിലടച്ചാളെന്ന് പറഞ്ഞാൽ ഇവർ വായിൽ കുറ്റിക്കിടൂല, മുന്നിലെ വാതിലും അടുക്കള വാതിലേ കുറ്റിക്കിടുള്ളൂ. അങ്ങനെ ഈ ചെക്കൻ എന്ത് ചെയ്യുന്ന അറിയാം, മെല്ലനെ ഏട്ടന്മാരെ വാതിൽ ഇങ്ങനെ ഓടാമ്പലുണ്ട്, അത് കുറ്റിക്കിട്ടാളും. അവർക്ക് പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ഒച്ചയൊക്കെ ഉണ്ടായ വേറെടുത്ത് ചേച്ചി ചെയ്തതാ ചെക്കൻ കുറ്റിക്കിട്ടാളും. അങ്ങനെ ചെക്കൻ മെല്ലെ കിടക്കും. പിന്നെ അങ്ങനെ കിടക്കണതിൻ്റെ മുന്നേ ചെക്കൻ മെല്ലെ പോയി വെക്കും. അപ്പോൾ സാബുണ്ടാവും. അപ്പം പറയും അങ്ങനെ അമ്മയും കിടന്ന് ചെക്കനും കിടന്ന് അങ്ങനെ ചേച്ചീനെ അങ്ങനെ മെല്ലാത്തോണ്ട് ചേച്ചി എന്താടാ എനിക്ക് മൂത്രം വയ്ക്കേണ്ടതെന്നില്ല, എനിക്ക് ഇത്രയും സമയം മൂത്രം വയ്ക്കാൻ നിന്ന് വെച്ചൂടെ ഇനി ഇപ്പം വിളിക്കാണ് അമ്മയ്ക്ക് ഉറങ്ങിയതിൻ്റെ ശേഷം. അപ്പം അമ്മയ്ക്ക് എന്താടി ഒന്നുമില്ല അമ്മ ഇത്രയും സമയം പണിയെടുത്തല്ല അമ്മ ഉറങ്ങിക്കോ, ചേച്ചിക്ക് വരാൻ പറ്റി വന്നതിൽ ഞാൻ പോയിക്കോളാം. അങ്ങനെ ഓൾ മെല്ലെ നീച്ച് വരും. ഇതിൽ ആടോ നിന്നോടുക്കലുണ്ട് അങ്ങനെ. അപ്പോൾ ചെക്കൻ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്ന് ആ റൂമിൽ കൊണ്ടുപോയിട്ട് പിന്നെ അപ്പം വളെ ഇങ്ങനെ വിളക്കൊന്നുമില്ലല്ലോ, ഇവർ ടോർച്ച് എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. മൂത്രം വയ്ക്കാൻ ടോർച്ചായിട്ടാണ് പോവുക. അങ്ങനെ സാബുവിനെ ഈ റൂമിലേക്ക് വിളിക്കാം അങ്ങോട്ട് പോണത് ഇവിടെ ഇല്ലടാ അടക്കപ്പുറമില്ല. അപ്പോൾ അടുക്കളയിലേക്ക് വിളിങ്ങോട്ട് കിടന്ന് പറഞ്ഞ് പറയാം നമുക്ക് ഒരാളെ കാണാൻ വന്നോന്ന് പറഞ്ഞ് കണ്ടിട്ട് വിളിക്കും ആരാ വാന്നറി. എന്നെ ടോർച്ചടിച്ച് മുലക്ക് കട്ടിക്കൊണ്ട് സാബു വിളിക്കും. ഓള് വേഗം ഓടിച്ച് എന്നാലും ഓണിച്ചിക്കും. ഓള് കിട്ടി പിടിക്കിട്ടോ. എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആക്കാൻ്റെ മോട്ടൻ്റെ ഐഡിയാണ്. എനിക്ക് സമാധാനമായി സാബു എന്ന് പറഞ്ഞ് കേട്ടോ കട്ടി പിടിക്കും. അപ്പം പിന്നെ ഇമ്പളെ സാബു അറിയാം മോട്ട. അപ്പോൾ നമ്മളെ കഥ നമ്മൾ പിന്നെ ഇന്ന് നിർത്താട്ടോ. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി, ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പോഴേക്കും ഉണ്ണേട്ടൻ വന്ന് പിന്നെ ഉണ്ണേട്ടൻ വന്നിട്ട് പോയി. പിന്നെ നമ്മളെ ക്രിസ്മസിൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ ശാലിനി അവനെ കണ്ടിട്ട്
സന്തോഷം കൊണ്ടാണ് അവർ പിരിഞ്ഞു പോകണല്ലോ എന്നാണ് അതിൽ. അപ്പോൾ നിധിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നാൽ അപ്പോൾ ബാക്കി നാളെ പറയട്ടോ എന്താവും ഏതാണെന്നൊക്കെ നമുക്ക് കണ്ടും കേട്ടും കാണാട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്ര പറയുന്നുള്ളൂ. ഞാൻ കുറച്ചും കൂടി പറയണ വിചാരിച്ചു. ഇപ്പം തന്നെ 15-20 മിനിറ്റൊക്കെ ആയിപ്പോയി. നല്ല കോമഡി ഉണ്ട് കേട്ടോ, നല്ല പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ.